അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഭയങ്കര ക്യൂട്ട് ഒരു സുന്ദരി കുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആളാരായിരുന്നു പറയണ്ടല്ലോ. ആരാര്യങ്ങളീ പറയുന്നത്? മറ്റാരുമല്ല, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ഒരു സുന്ദരി കുട്ടി നിവേദിയാണ്. ഹലോ, വെൽക്കം ടു ദി ഷോ. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു. ഹലോ, പുകഴ്ത്തി എന്നിങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ടാ. എനിക്കും കുറേശ്ശെ ഇഷ്ടാ. ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതിന് സന്തോഷം മാത്രം, അല്ലാതെ എന്തോ പറയാറുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, പറയണ്ട, പറയും, ഞാൻ പറയും. ടിക്ടോക്കിൽ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഇത് ബാൻ ആയത്. അപ്പൊ വിഷമുണ്ടായിരുന്നോ? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇപ്പം ഓൾറെഡി സോഷ്യൽ മീഡിയ സ്റ്റാർ ആയി കഴിഞ്ഞു. നമ്മളാരാ മോൻ? ഭാവിയിലേക്ക് എന്താണ് ലക്ഷ്യം? ഫ്യൂച്ചറിലെ ഒരു ആക്ടർ ആവണം തന്നെയാണല്ലോ. ഈശ്വര, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അമ്മയുടെ കയ്യിൽ നിന്നാണോ ആ ജീൻസ് കിട്ടിയത്, ഡാൻസിന്റെയും പാട്ടിന്റെയും ഒക്കെ? ആണെന്ന് പറയാൻ പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? ഒരു ദിവസത്തേക്ക് ഏതെങ്കിലും വേറൊരു സ്റ്റാർ ആവാൻ പറ്റുവാണെങ്കിൽ ആരാകും? ഞാൻ ഐശ്വര്യ റായ്. എങ്ങനെ? ഞാൻ ഐശ്വര്യ റായ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ചേച്ചി അങ്ങനെ മരുന്നും പറഞ്ഞിട്ട് പോകും. ലാസ്റ്റ് ട്രോളർ കിട്ടുന്ന എനിക്കാണല്ലേ? ഇല്ല സാർ, കുരുത്തക്കേട് ഞങ്ങൾ കാണിക്കില്ല. വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? മാറിക്കണ്ട, എനിക്ക് ഒട്ടും വിവരമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത്